തൽക്കാലം ഇന്നത്തെ രാത്രി മാത്രം ഞാൻ ഈ തിണ്ണക്ക് ഇവിടെ എവിടെയെങ്കിലും ഒന്ന് കിടന്നോട്ടെ. ചേട്ടാ ശരിയാവില്ല. ഒന്നാ ഞാനിവിടെ ഒറ്റയ്ക്കേ ഉള്ളൂ. പിന്നെ അത് തന്നെ ചേട്ടൻ കൂടെ ഇവിടെ വന്ന് കിടന്നു കഴിയുമ്പോഴത്തേക്ക് ആ കർമ്മനും വല്ലതൊക്കെ പറഞ്ഞുണ്ടാക്കുന്നേ. അതായത് ഈ കർമ്മനും കുറുമ്പനും എന്ന് പറഞ്ഞാൽ ഒരു കുരങ്ങും ഒരു കുറുക്കനും അത് ഭയങ്കര ഏഷണിയാന്നേ അത്. അത് ശരി, ഏഷണിക്കാരാണോ? ഇല്ല, എന്നാലും അങ്ങനെ പറഞ്ഞുണ്ടാകാം. അല്ല വേറെ വിഷയമില്ല. പണ്ടത്തെ സ്വഭാവം എനിക്കില്ല. ഞാൻ മര്യാദയ്ക്ക് ഇവിടെ കിടക്കാം. ഒടിച്ചകത്തല്ലേ കിടക്കണം, വിഷയമില്ലെന്ന്. എന്നാലും ശരിയാവത്തില്ലെന്നത്. ഇപ്പൊ ഈ ഇരുട്ടും പേടിയായിട്ട് ഞാൻ അങ്ങനെ ഒരു കാര്യം ചെയ്യട്ടെ, ഒരു 1000 രൂപ അങ്ങ് തരാം. വെറുതെ തന്നെ കിടത്തണ്ടേ ഇവിടെ, വെറുതെ ഇവിടെ 1000 രൂപ. അതെന്നാ വർത്താനാ ചേട്ടാ പറഞ്ഞത്? 1000 രൂപ തരാന്ന്. നമ്മള് കുഞ്ഞുനാളിലെ തൊട്ട് ഒന്നിച്ച് കളിച്ച് വളർന്നവര്. അത് പോട്ടെ, നമ്മൾ കുറച്ചുനാൾ സ്നേഹിച്ച് നടന്നു, അതും പോട്ടെ എന്ന് വെക്കാം. ഒരു കാലിന് നടക്ക് രാത്രി ഒരാളുടെ ഒറ്റപ്പെട്ടു പോയി, ഒരു തലയിൽ അയക്കാൻ ഒരു അഭയം തേടി വരുമ്പോ 1000 രൂപ തരാന്ന്. അതെ, നഷ്ടല്ലേ അത്? അതല്ല കൊച്ചേ, കൊച്ചിവിടെ നിന്ന് കുത്തി കൊടുക്കണല്ലേ. കൊച്ചിന് എന്തെങ്കിലും ശമ്പളം കിട്ടും ഇവിടെ? കുറച്ച് പൈസ കിട്ടും മാമ. ഭർത്താവ് ഇവിടെ ജോലി ചെയ്യണത്? ഇത്രയും വലിയ ജപ്പാൻ കമ്പനിയിൽ ജോലി ചെയ്തിട്ടാണ് കൊച്ചിവിടെ വന്നിട്ട് കുത്തി കുറിക്കണത്. എനിക്കറിയാം, ഹീസ് നോ മോർ. ആ വാറുള്ള ചെരുപ്പല്ലേ ഞാൻ ഇട്ടിരിക്കണത്. മാമ ഹീസ് നോ മോർ എന്ന് ഭർത്താവ് മരിച്ചെന്ന്. അത് പിന്നെ എനിക്കറിയണല്ലോ എന്റെ ഭർത്താവ് മരിച്ചെന്ന്. അതൊക്കെ പോട്ട് എങ്ങനെ ചത്തത്? എനിക്ക് ഗുരുവല്ല കൊച്ചേ, എന്തോന്ന് കാണിക്കണേ? എന്റെ ഭർത്താവ് ഇങ്ങനെയാണ് മരിച്ചത്. എന്റെ ഭർത്താവ് മരിച്ച കാര്യമല്ല, എന്റെ ലോണിന്റെ കാര്യം ശരിയാക്കുന്ന